ഞാൻ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരു പാട്ട് കേൾക്കുമ്പം അതനുസരിച്ച് ചിലപ്പോൾ നമ്മുടെ മൂഡ് മാറിപ്പോൾ അല്ലെങ്കിൽ ചില ജീവിതാനുഭവങ്ങൾ ചില വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് അറിയാതെ നമ്മളുടെ കണ്ണ് നിറഞ്ഞു പോകും. നമസ്കാരം. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണ് ആത്മാവിൽ 1000 സൗരമണ്ഡലം. മഹാകവി അക്കിത്തം എഴുതിയ വരികളാണിത്. പൂങ്കണ്ണീരും കപടതയുമായി നടക്കുന്ന ഒരു സ്ത്രീ അധികാരത്തിൻ്റെ ശീതളഛായയിൽ മതിമറന്നാടിയിട്ട് പറയുകയാണ്, ഞാൻ അന്യ ദുഃഖങ്ങൾക്ക് മുമ്പിൽ കരഞ്ഞു പോകുമെന്ന്. കാരണം സെൻസിറ്റീവ്നെസ് ആണ് എന്നെ മനുഷ്യനാകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹേ സ്ത്രീയെ, നിങ്ങൾക്ക് നാണവും ഉളുപ്പുമുണ്ടോ ഇങ്ങനെയൊക്കെ ഇപ്പോൾ പറയാൻ? അധികാരത്തിൻ്റെ അമരത്തിരുന്ന് കഴിഞ്ഞ 5 വർഷം നിങ്ങൾ ആരുടെ കണ്ണീരിന് മുമ്പിലാണ് വിതുമ്പിപ്പോയത്? കള്ളക്കണ്ണീർ അണിഞ്ഞതെല്ലാം കപടത കൊണ്ട് മാത്രമായിരുന്നു. ഡ്യൂട്ടിക്കിടയിൽ കൊല്ലപ്പെട്ട കൊച്ചു ഡോക്ടർ വന്ദനാദാസിൻ്റെ കുടുംബത്തെ കൊണ്ട് നിങ്ങൾക്കൊന്ന് പറയിപ്പിക്കാമോ നിങ്ങളുടെ സ്നേഹക്കടലിൻ്റെ തിരയടിയെപ്പറ്റി? കഴിഞ്ഞ 5 വർഷം കൊണ്ട് എത്രയെത്ര മനുഷ്യരുടെ വായിലിട്ട ഒരു വകുപ്പിൻ്റെ ഭരണം നിങ്ങളുടെ കൈകളിലായിരുന്നു. ഇതിലേതെങ്കിലും ഒരു ഇരയോട് നിങ്ങൾ സൗമ്യമായി പെരുമാറുകയോ നീതി പുലർത്തുകയോ ചെയ്തിട്ടുണ്ടോ? ഇപ്പം എൻ്റെ മുന്നിലൊരു കുട്ടി വന്നാൽ അല്ലെ ഒരാൾ വന്നാൽ അവരുടെ വിഷമം എൻ്റെ വിഷമമായില്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഇനി ഒരു മിനിസ്റ്റർ എന്നുള്ള നിലയിലും അങ്ങനെ വേണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഭരണം തീർന്ന് വീട്ടിൽ പോകാൻ പായും തലയണയും പൊതിഞ്ഞെടുക്കേണ്ട നേരത്താണല്ലോ നിങ്ങൾക്കിത്ര വൈകാരികത ഉണ്ടായത്. എൻ്റെ മുമ്പിലൊരു കുട്ടി വന്നാൽ സങ്കടം കണ്ടാൽ എനിക്ക് കരച്ചിൽ വരും പോലും. സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് കാരണം ഒരു കുട്ടിയുടെ കൈകൾ മുറിച്ചു മാറ്റിയ സംഭവമുണ്ടായി നമ്മുടെ നാട്ടിൽ. നിങ്ങൾ ആ കുഞ്ഞിന് വേണ്ടി എന്തു ചെയ്തു? ഒരുണ്ടയും നിങ്ങൾ ചെയ്തില്ല. നിങ്ങൾ റിപ്പോർട്ട് തേടി, ഡോക്ടർമാർ കുഴപ്പക്കാരല്ലെന്ന് കണ്ടെത്തി. ആ കുട്ടിക്ക് ഒരു കൃത്രിമ കൈ വെച്ചു കൊടുക്കാൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വേണ്ടി വന്നു. പിന്നെ ആരുടെ കണ്ണീരൊപ്പിയ കാര്യമാണ് വീണേ നിങ്ങൾ ഈ പറയുന്നത്? ഒന്നും ചെയ്യാൻ കഴകത്തില്ലാത്തൊരു കസേരയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ എത്ര സ്ത്രീകളെ കരയിച്ചു കളഞ്ഞു. ഒരു സർക്കാർ ആശുപത്രിയുടെ ICUവിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒരു സ്ത്രീ ബോധം കെട്ടു മയങ്ങുന്നു. കിട്ടിയ സമയം നോക്കി ആശുപത്രി ജീവനക്കാരൻ ആ സ്ത്രീയെ മാനഭംഗപ്പെടുത്തുന്നു. ആ രംഗം കണ്ട് മൊഴി കൊടുത്ത നഴ്സിനെ നിങ്ങൾ ഭീഷണിപ്പെടുത്തി സ്ഥലം മാറ്റി. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടതോടെയാണ് അവർ തിരിച്ചെത്തിയത്. നിങ്ങൾ എന്ത് സങ്കടത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്? അയ്യോ, ഇപ്പോഴെന്തൊരു പാകത, എന്തൊരു ആർദ്രത, എന്തൊരു ഹൃദയവിശാലത. 2 കരിങ്കോണകം KSUക്കാരൻ്റെ കയ്യിലിരുന്ന് ഉലഞ്ഞപ്പോൾ കഴുത്തിൽ മാരകമായ പരിക്കേറ്റ പിഞ്ച് കണ്ഠത്തിൻ്റെ ഉടമയാണല്ലോ നിങ്ങൾ. അന്ന് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നാഗവല്ലിയെ പോലെ ഉറഞ്ഞാടിയതും പിന്നീട് കഴുത്തുളുക്ക് ബാലെ അഭിനയിച്ചതുമൊന്നും കേരളം മറന്നിട്ടില്ല. നിങ്ങൾ കെട്ടിപ്പിടിച്ചല്ലേ ആ ഹർഷിനിയുടെ നെറ്റിയിൽ ചുംബിച്ചത്. കത്രിക വയറ്റിൽ കുടുങ്ങി വേദന അനുഭവിച്ച സ്ത്രീയെ സമാശ്വസിപ്പിക്കാൻ ചെന്നപ്പോൾ അവർ നീതി പ്രതീക്ഷിച്ചു. സർക്കാർ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ഉമ്മ കൊടുത്ത് തിരിച്ചു പോന്നു. പിന്നെ അവർ നിങ്ങൾക്ക് ശത്രുവായി. നിങ്ങൾ വെച്ച് നീട്ടിയ 2 ലക്ഷം കുണുവ അവർ വാങ്ങിയായിരുന്നോ? നിങ്ങൾ ആരുടെ കണ്ണീരാണ് ഒപ്പിയിട്ടുള്ളത്? മലയാളപ്പുഴയിലെ നവീൻ ബാബുവിൻ്റെ വീട്ടിൽ നിങ്ങൾ പിന്നെ പോയിട്ടുണ്ടോ? അന്ന് എന്തോ ഒരു കരച്ചിലായിരുന്നു. പോയാൽ പാർട്ടി നടപടിയെടുക്കും. കത്രിക ചുമന്ന് നടന്ന ഉഷാ ജോസഫിന് നിങ്ങളെപ്പറ്റി നല്ല അഭിപ്രായമാണോ പറയാനുള്ളത്? ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത എത്രയെത്ര ശാപങ്ങളാണ് നിങ്ങളുടെ തലയിൽ ഇടുത്തിയായി വീണത്. എൻ്റെ സഹോദരിമാരാണെന്ന് പറഞ്ഞല്ലേ ആശാ വർക്കർമാരെ നിങ്ങൾ ചേർത്ത് നിർത്തിയത്. പിന്നീട് എന്തുണ്ടായി? നിങ്ങളും നിങ്ങളുടെ പാർട്ടി സംവിധാനങ്ങളും നേതാക്കളും അവരെ ആക്ഷേപിച്ചു, പുഴിക്കളെ പോലെ പരിഹസിച്ചു. ഒടുവിൽ 1000 കുണുവ കൂട്ടാൻ എവിടെ നിന്ന് നിങ്ങൾക്ക് പണം കിട്ടി? അന്നൊരു 500 രൂപ കൂട്ടിക്കൊടുത്തിരുന്നെങ്കിൽ അവർ പൊന്നുപോലെ പോയി പണി ചെയ്തേനെ. കമ്മികൾ കരുതുന്നത് വീണ ജോർജ് മാധ്യമപ്രവർത്തകയായി വന്ന് മന്ത്രിയായതിൻ്റെ കുശുമ്പാണെന്നാണ്. തരാതരത്തിന് ജാതിയും മതവും നോക്കി സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കുമ്പോൾ തൽക്കാലം തങ്ങൾക്കുള്ള ഒരു ഉപകരണം എന്ന നിലയ്ക്ക് ഈ CPM ആളുകളെ കാണാറുള്ളൂ. ചികിത്സാ പിഴവുകൾക്ക് ഉത്തരവാദികൾ ഡോക്ടർമാർ തന്നെയാണ്. പക്ഷേ വേദന അനുഭവിക്കുന്ന മനുഷ്യരോട് ഒരു സർക്കാർ സംവിധാനം എങ്ങനെ പ്രതികരിക്കുന്നുവെന്നാണ് മനുഷ്യൻ നോക്കുക. വീണ ജോർജ് ആരോഗ്യമന്ത്രിയായ ശേഷം വിഷബാധയേറ്റ് എത്ര പേർ മരിച്ചെന്ന് നിങ്ങൾക്കറിയാമോ? 5 വർഷത്തിനിടയിൽ 21 പേരാണെന്നാണ് മനോരമ തെളിവ് സഹിതം പുറത്തുവിട്ടത്. അപ്പോൾ നമ്മൾ ഏത് യുഗത്തിലാണ് വീണേ ഇപ്പോൾ ജീവിക്കുന്നത്? എത്രയോ തീപിടുത്തങ്ങളുണ്ടായി ആശുപത്രികളിലും മരുന്ന് ഗോഡൗണുകളിലും. ഇതിൻ്റെയൊക്കെ നിഗൂഢത ആർക്കെങ്കിലും അറിയാമോ? കോവിഡ് കാലത്ത് മരിച്ച മനുഷ്യരുടെ എത്രയോ കണക്കുകളാണ് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചത്. ഒരു കറുത്ത തൂവാല 2 ചെറുപ്പക്കാർ വീശിയാൽ വലങ്കൈ ചെവിക്ക് താഴെപ്പൊത്തി എൻ്റെ അമ്മോ എന്ന് പറഞ്ഞ് അഭിനയിച്ച് തകർത്ത് നിങ്ങൾ നാടകക്കാരിയായി. ഒരു പാട്ട് കേട്ടാൽ എൻ്റെ കണ്ണ് നിറയുമത്രേ. ഏത് പാട്ടാ അത്? ബലികുടീരങ്ങളായിരിക്കും. ഒരു ചിത്രം കണ്ടാൽ കരയുമത്രേ. പിണറായി വിജയൻ്റെ മുഖമായിരിക്കും അത്.
മനസ്സ് എൻ്റേത് ആർദ്രമാണ്, സെൻസിറ്റീവ്നെസ് എന്നെ ഞാനാക്കുന്നു, എനിക്ക് അങ്ങനെ ആകാനേ കഴിയൂ. വീണ ജോർജിൻ്റെ ഈ ആർദ്രതയ്ക്ക് മുമ്പിൽ ഉമ്മൻചാണ്ടി പോലും തോറ്റുപോകും മക്കളെ. ശരിയാണ് മാഡം, ഒരു കരിങ്കൊടി വായുവിലൊന്ന് പറന്നാൽ കഴുത്തുളുക്കുന്ന സെൻസിറ്റീവ്നെസ്. ആ നാടകത്തോടെ നിങ്ങളുടെ കാപട്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു. കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് വീണ പലപ്പോഴും സൂംബ നൃത്തമാടിയത്. അരങ്ങൊഴിഞ്ഞു പോകും മുമ്പ് വീണ വല്ലാതെ ആർദ്ര മനസ്കയാകുന്നു. പ്രതിപക്ഷ ബഹുമാനമില്ല എന്നതാണ് വീണയുടെ ഏറ്റവും വലിയ കുറവ്. പ്രതിപക്ഷ നേതാവിനെ പരിഹസിക്കാനും ആക്ഷേപിക്കാനുമേ നേരമുണ്ടായിരുന്നുള്ളൂ. വശവൻ ചിലയ്ക്കുന്നത് പോലെ വീണയുടെ ശബ്ദമേ സഭയിൽ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. കേന്ദ്രത്തെയൊക്കെ വെല്ലുവിളിക്കുമ്പോൾ എന്തൊരു വിപ്ലവമായിരുന്നു. പിണറായിയെ കപ്പിത്താനാക്കി കപ്പലും കൊണ്ട് നവകേരള തീരത്തേക്കുള്ള യാത്രയിലായിരുന്നു വീണ ജോർജ്. ഇപ്പോഴാ കപ്പലിത ആറന്മുളയിലെ സത്രക്കടവിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇറങ്ങുന്നതാണ് വീണയ്ക്ക് നല്ലത്. അത് നാട്ടുകാർക്കും ഭർത്താവിനും മനസ്സിലായി. ഒരുപക്ഷെ നമ്മൾ കേട്ട കുമ്പസാരത്തിലെ വീണയായിരിക്കും ശരിക്കുള്ള വീണ. മറ്റേത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർമ്മിത വീണയായിരുന്നു. നെറുകേടിന് തെമ്മാടിത്തരത്തിൽ പിറന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെത്തിയതോടെ നിങ്ങളല്ലാതായി. അന്തങ്ങളും കമ്മികളും പുഷ്പവൃഷ്ടിയും പുകഴ്ത്തലുമായി ചുറ്റും കൂടിയതോടെ ഇതാണ് എൻ്റെ ലോകമെന്ന് വീണയ്ക്ക് തോന്നി. കമ്മികളല്ലാത്തവരെല്ലാം അവരുടെ ശത്രുവായി. പിണറായിയുടെ മാനസപുത്രിയാണ് താനെന്നും തന്നെ ആരെങ്കിലും എതിർത്താൽ അവനെ മര്യാദ പഠിപ്പിക്കുമെന്നും വീണ തീരുമാനിച്ചു. പാർട്ടിക്കാർ പോലും അവരുടെ പകയ്ക്ക് ബലിയാടായി. കൂടെ നടക്കുന്നവർ പോലും നിഴല് നോക്കി നിങ്ങളെ കുത്തുമെന്ന യാഥാർത്ഥ്യം അധികം വൈകാതെ വീണ തിരിച്ചറിയും. എത്ര മാധ്യമപ്രവർത്തകർക്കെതിരെയാണ് കള്ളക്കേസുകൾ കൊടുത്തത്. ഈ PR വർക്കൊന്നും ഇല്ലാത്ത കാലത്താണ് ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് പത്തനംതിട്ടയെ ഒരു ജില്ലയാക്കിയത്. ഒരു ഫ്ലെക്സ് പോലും വയ്ക്കുന്ന പതിവുണ്ടായിരുന്നില്ല. അന്ന് ആ മനുഷ്യൻ പത്തനംതിട്ടയിൽ 2 സിവിൽ സ്റ്റേഷനുകൾ കൊണ്ടുവന്നു. റിംഗ് റോഡ് എന്ന ആശയം ഇന്നത്തെ ഏതെങ്കിലും ഒരു പരട്ട നേതാവിൻ്റെ തലയിൽ ഉദിക്കുന്നതാണോ? കല്ലറക്കടവിലും താഴൂർക്കടവിലും 2 പാലങ്ങൾ വന്നതോടെ ജനജീവിതം കൈവിട്ടങ്ങ് വളർന്നു. ഒരു PR വർക്കുകാരും ആരാധകരും KK നായർക്കൊപ്പം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ വീണ കൊണ്ടുവന്ന വികസനമെല്ലാം വെറും ഏച്ചുകെട്ടൽ മാത്രമാണ്. അതും പാതുവഴിയിൽ നിൽക്കുന്നു. 10 വർഷം തുടർച്ചയായി ഭരിക്കാൻ കഴിഞ്ഞിട്ടും പലതും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഒരു PR സൃഷ്ടി മാത്രമാണ് പിണറായി മുതൽ വീണ വരെയുള്ള മന്ത്രിമാർ. അച്ചടക്കമുള്ള അടിമകളെ പോറ്റി വളർത്തുന്ന പ്രസ്ഥാനമായതുകൊണ്ട് ജനരോഷം എന്താണെന്ന് ഈ വീണയ്ക്ക് വേണ്ടത്ര ഫീൽ ചെയ്തിട്ടില്ല. കെട്ടിടം പണിയുന്നതാണ് വികസനമെന്ന് കരുതിയ പോഴന്മാരാണ് പിണറായി കാലത്തെ കമ്മികൾ. കിഫ്ബിയിൽ നിന്നും ലോൺ എടുത്ത് പണിയുന്ന കെട്ടിടങ്ങളാണ് ഇവർക്ക് വികസനം. അകത്തൊന്നുമില്ല. വേണ്ടത്ര ഡോക്ടർമാരില്ല, ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണങ്ങളില്ല, പഞ്ഞിയില്ല, ജീവനക്കാരില്ല. വാങ്ങിക്കൂട്ടിയിട്ടിരിക്കുന്ന ഉപകരണങ്ങളൊന്നും പ്രവർത്തിപ്പിക്കാൻ കഴകത്തുള്ള ഡോക്ടർമാരുമില്ല. ഏതെങ്കിലും ഒരു രോഗിയെയും കൊണ്ട് മെഡിക്കൽ കോളേജിലോ ജനറൽ ആശുപത്രിയിലോ ഒരാഴ്ച കഴിയുന്നവർക്കറിയാം നരകം എന്താണെന്ന്. ആധുനികമായ കിടക്കയും തറയും ചുവരുകളും കണ്ടാൽ രോഗിയുടെ അസുഖം മാറില്ല. DYFയുടെ പൊതിച്ചോറ് കൊണ്ട് വേദനയും മാറില്ല. സകല മന്ത്രിമാരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിച്ചതിൻ്റെ ചെലവുകൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ പാവങ്ങൾക്ക് മാത്രമുള്ളതാണല്ലോ സർക്കാർ ആശുപത്രികൾ. പൗരപ്രമുഖരും മന്ത്രിമാരും കൂടി അവിടെ ചികിത്സ തേടിയാലല്ലേ നിലവാരമുയരൂ. വീണയ്ക്കിനി പലതും ഓർത്ത് കണ്ണീർ പൊഴിക്കേണ്ടി വരും. മന്ത്രിപ്പണി കഴിഞ്ഞു. ആറന്മുള ജയിച്ചാൽ ഭാഗ്യം, തോറ്റാലും നാട് വിട്ടൊന്നും പോകരുത്. ഇവിടെയൊക്കെ തന്നെ കാണണം. ജീവിതാനുഭവങ്ങൾ കാണുമ്പോൾ കണ്ണു നിറയുമെന്ന് പറഞ്ഞ വീണയെ കണ്ട് ജനം ആർത്ത് ചിരിക്കുകയാണിപ്പോൾ. അൺസഹിക്കബിളായ ഒരു പുളുവടി തന്നെ. ഒരു മന്ത്രി എന്ന നിലയിൽ മനുഷ്യ മനസ്സിൽ നിങ്ങൾ ഇല്ലേയില്ല. ലേഡി പിണറായി ആയിരുന്നു നിങ്ങൾ ധാർഷ്ട്യത്തിൻ്റെ കാര്യത്തിൽ. നിവർത്തികേട് കൊണ്ട് പാർട്ടിക്കാർ പോലും കുറെ കാലം കൂടി ചുമ്മിയെന്നിരിക്കും. അധികാരം പോയാൽ നിങ്ങൾ വെറും പാഴ്വീണയാകും.